ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ കടുക് ചേർത്തിട്ട് നമുക്കതൊന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇനി 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് ട്രാൻസ്ലൂസൻ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ചെറിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊട്ടും പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ. ഞാൻ കുരു കളഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം. ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട്. ഇപ്പം നമ്മുടെ സിമ്പിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.